എനിക്ക് ആകെ ഇളക്കിട്ടാ നിക്കണേ. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ സാറിനെയും ശബട്ടിക്കുട്ടാ. എന്നെ അങ്ങോട്ട് വരുത്തരുത്. സാറേ, അയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ശവം എടുക്കുന്നതാണ്. സാറതിരിക്കണ്ട, സാറിന്റെ ശവം എടുക്കുന്നു പറഞ്ഞത്. ഇത് നമ്മുടെ പ്രോബ്ലം അല്ലെന്ന് പറയേ. സാറേ, ഇത് നമ്മുടെ പ്രോബ്ലം അല്ല. സാറ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ടീമില്ലേ, അവരൊന്ന് വിളിക്കും. ഡാറ്റാ മൈത്താണ്ടി തലയാ. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാനും പറ്റില്ല, ബില്ലടിക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം അല്ലടത്. അല്ല സാറേ, സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്ന സമയത്ത് എന്തെങ്കിലും മെസ്സേജ് കാണിക്കുന്നുണ്ടോ? The main database corrupted. സാറേ, സോഫ്റ്റ്വെയർ ലോക്കായി. ആക്കിയതോ സാറേ, ഡാറ്റാബേസ് കറപ്റ്റഡ് ആയെന്ന് തോന്നണേ. ഈ മെസ്സേജ് കഴിഞ്ഞ തവണ ഇതേ സമയത്ത് വന്നിരുന്നു. ഇതെന്താ സംഭവം? അതെങ്ങനെയാന്ന് വെച്ചാലേ, ഈ സിസ്റ്റത്തിന് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവുക, അതല്ലെങ്കിൽ പെട്ടെന്ന് റീസ്റ്റാർട്ട് ആവുക, ഷട്ട് ഡൗൺ ചെയ്യുക, അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഈ ഡാറ്റാബേസ് കറപ്റ്റഡ് ആവും. കഴിഞ്ഞ നിന്റെ അഭിനയം ഒന്നും എന്റെ അടുത്ത് ചെലവാവില്ല മോനെ. AMC കിട്ടാൻ വേണ്ടി നിങ്ങളെ സോഫ്റ്റ്വെയർ നിങ്ങൾ ലോക്കാക്കിക്കല്ലേ? എനിക്കത് അറിയാട്ടാ. എനിക്ക് ആകെ ഇളകിയിട്ട് നിൽക്കണ. മരുന്ന് മേടിക്കാൻ പൂരത്തിന്റെ തിരക്കാ. അതിന്റെ ഇടയില മര്യാദക്ക് സോഫ്റ്റ്വെയറിന്റെ ലോക്ക് മാറ്റിക്കോ. ഞാൻ കാശ് കൊടുത്തു മേടിച്ച സോഫ്റ്റ്വെയർ ലോക്കൊക്കെ നിൽക്കേണ്ട അധികാരം എന്നെ അങ്ങോട്ട് വരുത്തരുത്. ഒന്ന് നിർത്തിയേട്ടാ, ബസ് വരെ നേരായി. എനിക്ക് ആകെ ഇളകിയിട്ട് നിൽക്കണേ. ഇത് കാലത്ത് ഭക്ഷണത്തിന് ശേഷം, ഇത് രാത്രി ഭക്ഷണത്തിന് ശേഷം. മനസ്സിലായില്ല? ഇത് വയറിളക്കം നിക്കാൻ വേണ്ടിട്ട്, അത് പോണില്ലെങ്കിൽ ഇത് ഇളക്കാൻ വേണ്ടിട്ട്. എന്റെ ചേട്ടാ, എനിക്ക് വയറുവേദനയാ, വയറിളക്കില്ല. അപ്പൊ ആർക്കെ ഇളക്കെന്ന് പറഞ്ഞേ? ചേട്ടനല്ലേ പറഞ്ഞേ എനിക്ക് ഇളകിട്ട് നിക്കണേന്ന്. ടെൻഷൻ 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 ടെൻഷൻ. സോഫ്റ്റ്വെയർ ശരിയാക്കാത്തന്റെ പ്രശ്ന. 5, 6, 7. എന്റെ കൈയൂടി വേണ. കോൺസെൻട്രേഷൻ കളയല്ലേ. കണക്കൊക്കെ മറന്നൂല്ലേ? കൂട്ടാൻ അറിയില്ല, കുടിക്കാൻ അറിയില്ല. ഈ മരുന്നാ കൊണ്ടുപോയേ, കാശും തന്നെ ഒന്നും തന്നെ. പോയേ സാറേ, അവർക്ക് 5 വിസിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനി വരുന്ന വിസിറ്റിന് ചാർജ് വരും. അപ്പോ AMC നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങണം. AMC വാങ്ങുന്നത് എന്തായാലും വിസിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, അയാളോട് AMC നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അതിനുശേഷം സോഫ്റ്റ്വെയർ അൺലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നെറ്റ് വഴി അൺലോക്ക് ചെയ്യാല്ലേ? അത് വേണ്ട, അത് നമ്മുടെ വിസിറ്റ് ആയിട്ട് തന്നെ ചെയ്താൽ മതി. ആ വിസിറ്റിന് ചാർജ് ചെയ്യും വേണം. സാറിനയോട് നല്ല വൈരാഗ്യമുണ്ടല്ലേ? പണ്ടേ ഇയാൾക്ക് ഈ പ്രോഗ്രാം ചേഞ്ച് ഒക്കെ ഞാൻ കുറെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഒന്ന് മുതലാക്കണ്ടേ? പിന്നെ ഞാൻ MSc മാത്തമാറ്റിക്സാ. സാറ് സൂക്ഷിച്ചോ, ആള് ഇവിടെ വന്ന തന്നെ ഇടി ഉറപ്പാട്ടാ. അതെ, ഞാൻ ഡെയിലി കാടമുട്ട കഴിക്കുന്ന ആളാ. 1000 കോഴിക്ക് അര കാടാന്ന് പറയാ. എനിക്ക് അത് മതി അയാളെ ഇട്ടിച്ച് തെറിപ്പിക്കാൻ. അയ്യോ എന്താ മണ്ണോട് പറഞ്ഞതല്ലേ എന്നെ ഇങ്ങോട്ട് വരുത്തരുതെന്ന്. എന്റെ സോഫ്റ്റ്വെയർ ലോക്കാക്കൂല്ലേ മറ്റേ മോനെ? അങ്ങനെ വിളിക്കട്ടെ, പുന്നാര മോനെ. നീ സ്ത്രീയാണെങ്കിൽ എനിക്ക് എന്ത് തേങ്ങയുടെ മൂടണ്ട. ജോമിനൊക്കെ പേടിച്ച് ഓടിടാ. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സോഫ്റ്റ്വെയർ ലോക്കാക്കാൻ നിനക്ക് എന്താണ്ട് അധികാരം? കൊറേ നാളെ നിന്റെ വേഷം കെട്ട് ഞാൻ കാണുന്നു. എല്ലാ കൊല്ലം ഈ സമയത്ത് നിന്റെ സോഫ്റ്റ്വെയർ ലോക്കാവും. സത്യം പറഞ്ഞോണേ, നിന്റെ സോഫ്റ്റ്വെയർ നീ കരുതി കൂട്ടി ലോക്കാക്കണതല്ലേ? നിനക്ക് ഉത്തരമില്ല അല്ലേ? ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന എല്ലാ മെഡിക്കൽ ഷോപ്പ് മുതലാളിമാർക്ക് വേണ്ടി ഞാൻ ഈ കർമ്മം കൂടി ചെയ്യാം. ഈ കാരണേ എന്റെ കസ്റ്റമറുകൾ ഞാൻ നാണം കിട്ടും. വിരലിൽ വരെ കറക്റ്റ് എനിക്ക് കൂട്ടാൻ പറ്റില്ല മനക്കണക്ക്. അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ചൂടെ? നീ പറഞ്ഞ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഒന്നും വേണ്ടെന്ന്. അത് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞൂടാ. എടാ ജോണെ, സോഫ്റ്റ്വെയർ ലോക്കൊക്കെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നിനക്ക് എന്താണെന്നറിയോ? എന്നാ ആൾക്കാർ പിടിച്ചോ ജോണെ. നടനാറി എന്റെ AMC മത്തായി ചെറ്റല്ലടാ നാറി.
പറഞ്ഞ പോലെയാണ് സാറിന്റെ ശവടത്തുനിന്ന് നോക്കണേ. സാറേ, അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ 2 രൂപ കൊടുത്ത ഓർമ്മയില്ലേ? ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്. കൊണ്ടുപോയി കുളിക്കേ. സാറേ, സാറേ, ഉഴിച്ചിൽ നടത്താനുള്ള എണ്ണയുടെ കാശ് വന്നിട്ട് ആള് പോയിരിക്കണേ. നന്നായി കിട്ടിയില്ലേ? ഞാൻ ഡെയിലി കാട മുട്ട കഴിക്കുന്നുണ്ട്. 1000 കോഴിക്ക് 1/2 കാട. എന്തൊക്കെയായിരുന്നു? അത് മതി ആളെ ഇടിച്ചു തെറിപ്പിക്കാൻ. ഇപ്പൊ തെറിച്ച് കിടക്കും. എന്തൊക്കെയായിരുന്നു ബഹളം. അങ്ങനെ പാവനായി, ശവമായി.